ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഫോണെടുത്ത് ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ കാണുന്ന ഒരു ഐറ്റമാണ് തരി ബിരിയാണി. അത് കണ്ടപ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന്. അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയ തരി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള റവയൊന്ന് കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് വറുത്ത് മാറ്റി വെച്ചു കേട്ടോ. വറുത്ത റവയായിരുന്നു എങ്കിലും ഒന്നുകൂടെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചാണ്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു സവാളയും കുറച്ച് നട്ട്സും എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആക്കി മാറ്റുക. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. സാധാരണ മാരിനേഷനാണ് ചിക്കന് കൊടുത്തത്. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് സ്പൈസസ് പൊട്ടിച്ചിട്ട് ഒരു സവാള വഴറ്റിയെടുത്തു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നമ്മുടെ ചിക്കനും ഇട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്ത് വറ്റിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച റവയും ഒരു പാത്രം റവയ്ക്ക് 2 പാത്രം എന്നുള്ള നിലയിൽ വെള്ളം ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിരുന്നു കേട്ടോ. ആ തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും നട്ട്സും എല്ലാം ഇട്ട് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ദം ചെയ്തെടുത്തു കേട്ടോ. ഇത്രയേ ഉള്ളായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു. എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താ ചിക്കൻ ഇട്ട ഉപ്പുമാവാണോ എന്നാണ്. എങ്കിലും എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു. പക്ഷേ മക്കൾ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ.